ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു 2025 ജൂൺ മാസത്തെ ജേർണലിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിതൊരു 3 വർഷത്തോളമായി ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ ബുക്ക് ഞാൻ തന്നെ ബൈൻഡ് ചെയ്തതാണ്. പുറത്തൊക്കെ ബുക്സിന് നല്ല വിലയാണ് കേട്ടോ. ഇങ്ങനെ ജേർണലിംഗ് ചെയ്യുന്ന ബുക്കിനൊക്കെ ചില ക്വാളിറ്റി ഉള്ള പേപ്പർ വേണ്ടേ. നമ്മൾ വാട്ടർ കളറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ട്രാൻസ്ഫർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ക്വാളിറ്റി ഉള്ള പേജസ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ബൈൻഡ് ചെയ്ത ബുക്കാണ്. ഞാൻ എല്ലാ മാസവും ജേർണലിംഗ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ റാബിറ്റിൻ്റെ തീമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓരോ മാസം ഓരോ തീമാണ് ചെയ്യുക. കാരണം എനിക്ക് ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാ മാസവും ഓരോ തീം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് എന്താ പറയുക, പിൻട്രസ്റ്റിൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തീംസ് കിട്ടും കേട്ടോ. ഞാൻ എന്താ പറയുക, എൻ്റെ 2-3 മാസത്തേക്ക് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി ചെയ്തതാണ്. ഇപ്പം ഞാൻ തനിയെ ചെയ്യാൻ തുടങ്ങി. ഈ പിക്ചർ പക്ഷേ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇത് ജൂണിലെ തീം പേജാണ്. ഞാനിവിടെ ബ്രഷ് പെൻസും പിന്നെ ബ്രസ്റ്റോൻ്റെ ട്രാൻസ്പെറൻറ്റ് പെന്നോ അങ്ങനെ എന്തോ പല സൈസിലുള്ള പെന്നുകൾ ഉണ്ടാവില്ലേ, അതിലത്തെ ഒരു പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ പെന്ന് ഉപയോഗിക്കാം, അതുപോലെ പെൻസിൽ കളേഴ്സ് യൂസ് ചെയ്യാം, വാട്ടർ കളേഴ്സ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതില്ലയെന്ന് വിചാരിച്ചിട്ടും ആരും ജേർണലിംഗ് ചെയ്യാതിരിക്കരുത്. കാരണം ജേർണലിംഗ് ചെയ്യുന്നത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മടി പിടിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റും. കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ഇന്ന കാര്യം ചെയ്യണം, അതിനിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറന്നു പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജേർണലിംഗ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും. എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ ചെയ്യണു, അത് ടിക്ക് മാർക്ക് ഇടുന്നു, അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ തോന്നും. ഇത് ഭയങ്കര സിമ്പിൾ തീമാട്ടോ. ഞാനിത് വല്ലാതെ അങ്ങോട്ട് പെർഫെക്റ്റ് ആക്കാനൊന്നും നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം എന്ന് വെച്ചാൽ തെറ്റി പോകണതൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുൻപായിട്ട് ഇതെല്ലാം ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ചും കൂടി സുഖത്തിന് വേണ്ടിയിട്ട്. പിന്നെ ആ സർക്കിൾ ഞാൻ പെൻസിൽ വെച്ച് കോമ്പസും പെൻസിലും യൂസ് ചെയ്ത് വരച്ചതാണ്. ബാക്കിയുള്ളതിന് മാത്രമേ ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ കുറച്ചും കൂടി നേരത്തെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ ഇത് അവസാനത്തേക്കായിപ്പോയി. പിന്നെ ഞാൻ ജാനുവരി ഫെബ്രുവരിയിലൊക്കെ ചെയ്ത തീംസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കലണ്ടർ പേജാണ്. ഇതിൽ നമുക്ക് ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം, ഓരോ ഡേറ്റ്സിനുള്ള ഇവൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഇന്ന് 1 ദിവസം ജേർണൽ തുറക്കുമല്ലോ, ആ സമയത്ത് നമുക്കത് കാണുകയും ഓർമ്മ വരികയൊക്കെ ചെയ്യും. അതിനാണ് നമ്മളത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ ഇത് ഫോണിലൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, റിമൈൻഡറൊക്കെ വെച്ചിട്ട്. പിന്നെ ഇതൊരു രസമാണ് നമ്മൾ ഈ ബുക്കിൽ ഇങ്ങനെ ചെയ്യണതൊക്കെ. അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം, ബുക്കിൽ എഴുതുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ ഹാബിറ്റ് ട്രാക്കർ, മൂഡ് ട്രാക്കർ ഇപ്രാവശ്യം ഞാൻ അങ്ങനത്തേതൊന്നും എഴുതിയിട്ടില്ല. കഴിഞ്ഞ മാസമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാതെയും ഒരുപാടുണ്ട്. നിങ്ങൾ പിൻട്രസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ആദ്യം ആയിട്ട് ജേർണലിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതങ്ങോട്ട് ശീലമാവും കേട്ടോ. ഞാനങ്ങനെ ആദ്യം അങ്ങനെ ആയിരുന്നു. വലിയ ഇതിൽ തീമൊക്കെ സെറ്റ് ചെയ്യും, പിന്നെ അന്നത്തെ ദിവസമൊക്കെ കംപ്ലീറ്റ് ആക്കുക പോലും ചെയ്യില്ല. അങ്ങനത്തെ കുറേ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ഇപ്പോൾ കുറേ ഞാൻ ഒരു മാസമൊക്കെ കംപ്ലീറ്റ് ആക്കി വരും. ഇപ്പോൾ എല്ലാ മാസം തീം ചെയ്യുകയും ഒക്കെ ചെയ്യും. പിന്നെ അത് ശീലമാവും, നമ്മുടെ കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കും. ഞാൻ അധികം എക്സാം സമയത്താണ് കുറച്ചും കൂടി ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഇന്ന സബ്ജക്റ്റ് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജേർണൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര ഉപകാരമായിരിക്കും. പിന്നെ ടൈം മാനേജ്മെൻറ്റും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, സമയമില്ല, ഒന്നിനും സമയമില്ല എന്നൊക്കെ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സമയം കിട്ടും. ഒരു ദിവസം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അത് ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ് കേട്ടോ.
ഇത് സ്റ്റഡി ട്രാക്കറാണ് കേട്ടോ, നമ്മൾ പഠിക്കുന്നതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ഡെയിലി ലൈവ് ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് മാർക്ക് ചെയ്യാം. വെച്ചാൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ കൊണ്ട് ഓരോ ഡേറ്റിലും മാർക്ക് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ക്ലാസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേൻ്റെ അവിടെ ഗ്രീൻ കളർ വെച്ച് മാർക്ക് ചെയ്യും. ഞാനും അത് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിങ്ക് കളർ കൊണ്ട് മാർക്ക് ചെയ്യും. അങ്ങനെ സെക്കൻഡിൽ നോട്ട്സ്, അന്നുള്ള നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തു. തേർഡ് ഞാനത് പഠിച്ചു എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് അപ്പുറത്തുള്ള കോളത്തിൽ അന്ന് വല്ല നോട്ട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റത്തെ തേർഡ് കോളംസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഞാൻ യൂട്യൂബ് ട്രാക്ക് ചെയ്യാനായിട്ടുള്ളൊരു പേജാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വരുന്ന പുതിയ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ എഴുതി വയ്ക്കാം, ഓരോ കണ്ടൻസിന് വേണ്ടിയിട്ടില്ലേ. അതുപോലെ ഈ മാസം എത്ര വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും, എത്ര സബ്സ്ക്രൈബേഴ്സിനെ അച്ചീവ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഈ ഒരു മാസമാണ്, ജൂണിലാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും കാലം യൂട്യൂബിൻ്റെ ഒരു പേജ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് നമ്മളുടെ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതുമ്പോൾ ഞാൻ കൂടുതൽ കലാപരിപാടികളൊന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ സൺഡേക്കും മൺഡേക്കും ഉള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഓരോ ദിവസത്തിനുള്ളത് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ഇതിന് ശേഷം ഞാൻ 2025 ചെയ്തിട്ടുള്ള ബാക്കിയുള്ള
തീംസ് കാണിച്ചു തരാണ്. എൻ്റെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആ മാസത്തിലുള്ള തീംസാണ് കേട്ടോ അത്.